എവിടേക്കാണ് എന്താണ് കേസ്? ചിറ്റൂര് കൊഞ്ഞാമ്പാറ. ഓക്കെ. ചെക്കൻ എന്താ പണി? ചെക്കനിക്ക് വയല് പണി. എന്തില്? വലയില്ല. വയല് പണി കണ്ടത്തില്ല. എവിടെ പണിക്ക് പോയാലും വയല് പണിയാണ്. വീട് കേട്ടല്ല, വീട്ടു പണിയാ. പണി ഈ നമ്മളൊക്കെ വയലത്ത് കിട്ടില്ല, അതുപോലെ പണിയാണ് അവനിക്ക്. പന്തൽ പണിയാ? പന്തൽ പണി. പന്തൽ പണിയാണ്. അത് കുഴപ്പമില്ല. പറഞ്ഞോ. അച്ഛനെന്താ പീണ്ട് എന്റെ അഞ്ചത്തി പറഞ്ഞാണ് അവന്റെ അച്ഛൻ പോയി രണ്ട് പെൺകുട്ടി വേണം പണി. ഞാൻ ഏറ്റു. ഞങ്ങ പെൺകുട്ടിനെ ഞങ്ങ അവന്റെ അമ്മനെയും ചെക്കനെയും കൊണ്ടുപോയി പുറത്തൊന്നും വാങ്ങിക്കൊണ്ടുവരാം. മതിയേ മതി. ചെക്കൻ രണ്ടും പന്തൽ പണിയാണ്. അവരെന്താ പറയണ? എന്ത് വേണമെന്നാ പറയണ? അവൻ പറയുന്നത് എന്താ പറയുന്നത്, ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടിയെ വേണം. മുതലോ വല്ലതും ചോദിക്കണ്ട, അതല്ലേ ചോദിക്കുന്നത്. പണിക്ക് വാങ്ങി പണിക്കും പറഞ്ഞേക്കാം. പെണ്ണ് പണിക്ക് പോവുകയാണെങ്കിൽ പോക്കോട്ടെ. ശരി. പിന്നെ ചെക്കനാ അപ്പൊ പന്തൽ പണിക്ക് പോവില്ല? അതും പോവും. ശരി. പിന്നെ അവർക്ക് വല്ല സ്വത്തോ മുതലോ എന്തെങ്കിലും വേണോ? അവര് ചിലപ്പോ പേരക്കുറ്റിക്കായിരിക്കും കൊടുക്കുക. അത് മേടിക്കുവോ? അവരൊന്നും കൊടുക്കില്ല. നിങ്ങൾ പറയണം അത്ര ഏകദേശം പറയാം. എന്നാലും അതിനനുസരിച്ചുള്ള ആൾക്കാരെ പിടിക്കാൻ പറ്റുള്ളൂ. പറ നേരെ. നമുക്ക് അവര് തന്നെ കാശ്, അവര് തന്നെ ഇങ്ങോട്ട് കാശ്. അതന്നെ എത്ര വേണം പറ. കാണിച്ചു കൊടുക്കാൻ പോവുകയാണെങ്കിൽ 1500 മേടിക്കാം. പെണ്ണിന് മുതല് വേണ്ടേ നമ്മ കെട്ടിച്ചു കൊടുക്കുമ്പോ അതെത്ര വേണം എന്നുള്ളത് പറ. കൂട്ടിക്കൊണ്ടുപോയ അവനേക്കും കാശ് കൊടുക്കണം, കാണാൻ പോയവർക്കും കാശ് കൊടുക്കണം. കാണാൻ വന്ന അവര് കാണാൻ വന്ന അവർക്കും കാശ് കൊടുക്കണം. നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്ന നിങ്ങൾക്കും തരണം. നമുക്ക് നമുക്ക് മേടിക്കാം. അത് കിട്ടും. അവർക്ക് മുതലെത്ര വേണം? മുതല് കൊടുക്കണ്ട പെണ്ണിന്. അത് പറ. എന്താ പറയുന്നത്? പരമാവധി ഉള്ളത് 10 നടക്കില്ല. അപ്പൊ ചെക്കന് പെണ്ണ് കിട്ടില്ല. 1 പവൻ കിട്ടും. അതല്ലേ ഞാൻ പറഞ്ഞു. 10 പവൻ നടക്കില്ല ചേച്ചി. ചെക്കനിക്ക് ഒരു മോതിരം അത് നടക്കില്ല. 1 പവൻ കിട്ടും. അത് കിട്ടും. അത് മതിയാ? 1 മതി. 1 പവൻ മതിയാ? 2 ഉണ്ട്. 1 പവനെ തരുവോ? പാവപ്പെട്ടവരാണ്. കുട്ടിയെ കാണാൻ പോയിട്ടുണ്ട്. എന്റെ ആങ്ങളെ കാണാൻ പോയിട്ടുണ്ട്. കാണാൻ പോയിട്ട് പിന്നെ കുട്ടിയൊക്കെ നല്ല ബെറ്റ കുട്ടി, അമ്മയും അച്ഛനൊക്കെ ഉണ്ട്. അപ്പൊ അവൻ ചോദിച്ചപ്പോ പിന്നെ ഓണമൊക്കെ കഴിയട്ടെ, മുതുകൊക്കെ കഴിയട്ടെ, എന്നിട്ട് തങ്ങ ചെക്കനെയും കൂട്ടി ഞങ്ങ വരാം. എവിടെ? നമ്മുടെ ഇവിടെ ചാത്തമംഗലത്ത് തെങ്ങുണ്ടായിട്ട് പിന്നെ അവിടെ എന്തോ ചാടിച്ചാല പറ ശങ്കരൻകുളം ഇതല്ലത് ചീനിക്കോടന്റെ അങ്ങണ്ട്. ചീനിക്കോടില്ല, ചീനിക്കോട്ടിന്റെ അങ്ങണ്ടായി. ശരി. അപ്പൊ നിങ്ങൾ പറയും ഇതില് പറ്റിയ പെണ്ണുങ്ങളെ കൊണ്ട് ഇറങ്ങാൻ പറയും. അത് പറയുന്നതിൽ പറയും. പെണ്ണിന്റെ അടുത്ത് നല്ല ചെക്കനാണ്, സൂപ്പറാണ്. നിങ്ങൾ പറയുന്നത് അയച്ചു കൊടുക്കണ ഒരു പൊണ്ണ് ബസാറിന്റെ തിരിയില്ല. ആ പൊണ്ണ ഇതൊക്കെ കാണിച്ചു തന്നാക്കുന്നത്. നിങ്ങക്ക് പുതിയ കച്ചവടം പിടിച്ചു തന്നത് കാണിച്ചു തന്നെ. അതും കൂടി ഒന്ന് പിടിക്കാനാണ്. പെൺകുട്ടി തിരക്കില്ല. പെൺകുട്ടി നല്ല വെറുത്ത പെൺകുട്ടി. അവനക്ക് എത്ര പെൺകുട്ടി കിട്ടിയാ? കിട്ടിയിട്ടില്ല. ഓണം വന്നിട്ടാണ്. നല്ല സൂപ്പർ പെൺകുട്ടി. കൈരാടിന്റെ അങ്ങാപ്പാട്ട്. കൈരാടിന്റെ അവിടെയാ? നിങ്ങക്ക് 2 വേണ്ടേ? 2 ഇപ്പൊ പോലെ കൊടുക്കണ്ടേ? 10
10 പറഞ്ഞാൽ നടക്കില്ല. അതന്നെ അവര് പറയുന്നത്. അതന്നെയല്ലേ ഞാനും പറയണത്. ചെക്കന് എത്ര വയസ്സുണ്ട്? ഫോട്ടോ ചെക്കന്റെ പൈസ 70 വയസ്സുണ്ടോ? 70 ആവുമോ? നിന്റെ അത്രേ ഉള്ളൂ ആ ചെക്കൻ. എന്റെ അത്രേ ഉള്ളൂ, 70 വയസ്സാവും. കുഴപ്പമില്ല. പെൻഷനൊക്കെ വരണ്ടോ ചെക്കന്? ചെക്കൻ പെൻഷൻ വരുന്നില്ല. പിന്നെന്താണ് ഇനി അവൻ എന്തിനാ കെട്ടണ്? എന്തിനാ കെട്ടണ് ഈ 70 വയസ്സായിട്ട്? പെൽത്തും ചെയ്യോ? കെട്ടിയോള് പെൽത്തേണ്ടി വരുമോ ഇനി? നോക്കി വെക്കാൻ പറഞ്ഞാല് നമുക്ക് നോക്കിയാ 10,500 മേടിക്കുക. അവരെന്തോ കാണിക്കട്ടെ, നമുക്ക് എന്ത് കർമ്മവും കാണിക്കണം നമുക്ക് അറിയണ്ട അല്ലേ? നമുക്ക് 1,500 കിട്ടിയാൽ നമ്മൾ സ്ഥലം വിടുക. റെഡിയല്ല? നമ്മൾ രണ്ടാം കൂടി കാണിക്കാൻ പോകണം. അപ്പൊ എനിക്ക് എത്ര തരും? അത് എന്റെ അങ്ങനെ പോയി നോക്കിട്ട് വന്നിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ട് നല്ല കേസ് പറഞ്ഞാ മനസ്സിലായില്ലേ? നല്ല സൂപ്പർ കേസ് എന്റെ കയ്യിലുണ്ട്. പെണ്ണുണ്ട്. 2 ഉണ്ട്. എന്റെ പറ്റുകയാണെങ്കിൽ നോക്കിക്കോ. 2 ഉണ്ട്. ഒന്നും തരണ്ട, കൊണ്ടുപോക്കോ. പറയേ പറഞ്ഞോ പറഞ്ഞോ ചിറ്റൂർ കഴിഞ്ഞോട് പറയണ ഇങ്ങനെ പെൺകുട്ടി ഉണ്ട് പറയണം. പറഞ്ഞോ 2 ഉണ്ട്. പറഞ്ഞ ചെക്കനും അമ്മയും വരണം. വന്നോ ചെക്കനും അമ്മയും വന്നോ, ഒരു കുഴപ്പമില്ല. അപ്പൊ സെറ്റാക്കാം. അവൻ്റെ അടുത്ത് പോയി വിവരം പറയണം. ശരി എന്നാ.